ഗാസ ഇതിവൃത്തമാക്കി കഫിയ എന്ന പേരിൽ എക്സ്പോ സംഘടിപ്പിച്ചു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ PT അബൂബക്കർ മെമ്മോറിയൽ ഇടപ്പള്ളി ദാറുൽ ബനാത്ത് അക്കാദമിയുടെ നേതൃത്വത്തിലാണ് മിലാദ് ഫെസ്റ്റിൽ ഗസയോടുള്ള ഐക്യദാർഢ്യവുമായി കഫിയ എന്ന പേരിൽ സംഘടിപ്പിച്ചത്. കഫിയ ഇതിവൃത്തമാക്കി നടത്തിയ ആർട്ട് ഫെസ്റ്റിൻ്റെ ഭാഗമായി ഗസയെക്കുറിച്ചുള്ള പ്രദർശനവും സംഘടിപ്പിച്ചു. ഗസയുടെ നേർചിത്രം ചിത്രരചനകളിലൂടെയും പത്ര കട്ടിങ്ങുകൾ കൊണ്ടുള്ള പലതരത്തിലുള്ള വർക്കുകളിലൂടെയും ഇസ്രായേൽ പലസ്തീൻ തീമുകളുമാണ് ദാറുൽ ബനാത്ത് അക്കാദമി വിദ്യാർത്ഥികൾ ഇവിടെ ഒരുക്കിയത്. ചിത്രങ്ങൾ കണ്ടാൽ പോലും ആരുടെയും നെഞ്ചിലയ്ക്കുന്ന കാഴ്ചകൾ. ഒരിറ്റ് കണ്ണീർ വരാതെ ആർക്കും ഇത് കാണാൻ സാധിക്കില്ല. അത്രയും മനോഹരമായ രീതിയിൽ ഒരുക്കിയ ഈ പ്രദർശനം ഇന്ന് നടന്ന മദ്രസ ഫെസ്റ്റിലെത്തിയവരുൾപ്പെടെ സന്ദർശിച്ചു. അവർക്ക് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ വിദ്യാർത്ഥിനികൾ വിശദീകരിച്ച് നൽകുകയും ചെയ്തു. 2025-26 വർഷത്തെ ആർട്ട് ഫെസ്റ്റ് ഞങ്ങൾ ദാറുൽ ബനാത്ത് വിദ്യാർത്ഥിനികൾ അതിപ്രൗഢമായി തന്നെ ആഘോഷിക്കുകയുണ്ടായി. ഗാസയെ ഇതിവൃത്തമാക്കി നടത്തിയ കഫിയ 2K25 കുട്ടികൾ തന്നെ ചെയ്തെടുത്ത ഏതാനും ചില നിർമ്മിതികളുടെ കൂടിയാണ് നാം ഇപ്പോൾ ഉള്ളത്. കഫിയ ആർട്ട് ഫെസ്റ്റിൽ വെറും കലാകായികം എന്നതിൽ ഉപരിയായിട്ട് വിവിധ തരത്തിലുള്ള പരിപാടികളും അതുപോലെ തന്നെ ഐക്യദാർഢ്യ പ്രഖ്യാപനങ്ങളും നടന്നു വന്നു. കഫിയ എന്നത് തന്നെ ഗസയിലെ ഏറ്റവും ഓർമ്മ പുതുക്കാനായും അതുപോലെ തന്നെ അവർക്കുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപനവുമായാണ് കഫിയ എന്ന തീം തിരഞ്ഞെടുത്തിട്ടുള്ളത്. കഫിയെ ഇതിവൃത്തമാക്കി നടത്തിയ ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമായിട്ടുള്ള ചെറിയൊരു എക്സ്പോ ആണ് ഇന്നിവിടെ പ്രദർശിതപ്പെടുത്തത്. ഇവിടെ കാണുന്ന എല്ലാവിധ കാര്യങ്ങളും ഞങ്ങൾ വിദ്യാർത്ഥികൾ തന്നെ ചെയ്യുകയും എല്ലാ കാര്യങ്ങളിലും ഇസ്രായേലി ഫലസ്തീനി ബന്ധപ്പെടുന്ന തീമുകൾ ഉൾക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി അഫിലിയേറ്റഡ് സ്ഥാപനമായ PT അബൂബക്കർ മെമ്മോറിയൽ ദാറുൽ ബനാത്ത് അക്കാദമി ഇടപ്പള്ളി സ്ഥാപിതമായിട്ട് 4 വർഷം കഴിഞ്ഞു 5ാമതൊരു വർഷത്തിലേക്ക് കടന്നു. മതസമ്പന്ന വിദ്യാഭ്യാസത്തെ കൂട്ടിയുറപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകുന്നതിനുമായാണ് ദാറുൽ ബനാത്ത് അക്കാദമി ഇവിടെ നിലകൊള്ളുന്നത്. മദ്രസ പഠനം പൂർത്തീകരിച്ച് 7ാം ക്ലാസ് കഴിഞ്ഞ പെൺകുട്ടികൾക്ക് പ്രത്യേക ഇന്റർവ്യൂ തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഇവിടെ അഡ്മിഷൻ നൽകുന്നത്. 4 ഭാഷകളിലായി ഇന്ന് ഇവിടെ വിദ്യാർത്ഥിനികൾ വിവിധ കിതാബുകളും മറ്റ് സ്കൂൾ വിദ്യാഭ്യാസങ്ങളും ഇവിടെ നേടിക്കൊണ്ടിരിക്കുന്നുണ്ട്. PT അബൂബക്കർ മെമ്മോറിയൽ ദാറുൽ ബനാത്ത് അക്കാദമി, അൽ ബിർ, ദാറുൽ ബനാത്ത് അക്കാദമി, യത്തീംഖാന തുടങ്ങി 3 സംരംഭങ്ങളാണ് ഖിദ്മത്തുൽ ഇസ്ലാം ട്രസ്റ്റിന് കീഴിൽ നടന്നു പോകുന്നത്. വിദ്യാഭ്യാസ പുരോഗമനത്തിനും കലാകായിക മേഖലയിലുള്ള ഉന്നമനത്തിനുമായി ഇന്ന് ഇവിടെ വിശാലമായ ലൈബ്രറിയും IT ലാബും ഉൾക്കൊള്ളുന്ന ഈ മത സ്ഥാപനത്തിൽ 160ഓളം വിദ്യാർത്ഥിനികൾ പഠിച്ചു വരുന്നുണ്ട്. 5ാം വർഷത്തിലേക്ക് കടക്കുകയാണ് ദാറുൽ ബനാത്ത് അക്കാദമി. മതസമന്വയ വിദ്യാഭ്യാസം ഊട്ടിയുറപ്പിക്കുന്നതിനും സ്ത്രീ വിദ്യാഭ്യാസത്തിന് കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുമാണ് ദാറുൽ ബനാത്ത് അക്കാദമിയുടെ പ്രവർത്തനം. ഏതായാലും ഈ വർഷത്തെ ആർട്ട് ഫെസ്റ്റ് ഗാസയെ ഇതിവൃത്തമാക്കി മനോഹരമാക്കിയിരിക്കുകയാണ് ദാറുൽ ബനാത്ത് അക്കാദമി വിദ്യാർത്ഥികൾ. ന്യൂസ് ബോക്സ് ലൈവിന് വേണ്ടി സനൂപ് കളമശ്ശേരി.